കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കും. ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി അന്തിക്കാടിനെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണന സ്റ്റാളുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വരുമാനമാർഗം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കുന്നത്. കേരളത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നിരവധി പുനരധിവാസ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഇതിലൂടെ പൊതുയിടങ്ങളിലും നിത്യജീവിതത്തിലെ എല്ലാ കർമ്മമേഖലയിലും ഇടപെടാൻ സാധിക്കും വിധത്തിൽ വിദ്യാഭ്യാസവും നൈപുണ്യ വികസന പരിശീലനവും സ്വയം തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കി ഭിന്നശേഷി മക്കളെ സ്വയം പര്യാപ്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. പ്രചോദനം എന്ന പേരിൽ ഏറ്റവും പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ്, അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും, ഏതെങ്കിലും കാര്യം നന്നായി ചെയ്യാൻ കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ റിപ്പീറ്റഡായിട്ട് ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ, അത്തരം തൊഴിലുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അമ്മയുടെ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ മുതൽ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി ജീവിതം മുഴുവൻ ഭിന്നശേഷിക്കാരെ അനുധാവനം ചെയ്യുന്ന അനുയാത്ര എന്ന ഒരു പദ്ധതി വളരെ മാതൃകാപരമായി നടപ്പാക്കുന്നുണ്ട്. 1000-ൽ പരം സർക്കാർ ജോലികൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കണ്ടെത്തിയതും മന്ത്രി അറിയിച്ചു. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നിവരുടെ മികവാർന്ന ആധുനിക സേവനങ്ങളും കേരളത്തിലുണ്ട്. പുതിയ സാങ്കേതികത്വത്തോടെ ഗ്രഹണശേഷി ഉൾപ്പെടെ വർദ്ധിപ്പിക്കും വിധത്തിൽ ആധുനിക പരിശീലനങ്ങളും ലഭ്യമാണ്. സമൂഹത്തെ മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കാനാവും വിധത്തിൽ പ്രാപ്തരാക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ഭിന്നശേഷി മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരിലൂടെ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു. അന്തിക്കാട് ബ്ലോക്കിലെ അരിമ്പൂർ, താന്യം, മണലൂർ, അന്തിക്കാട്, ചാഴൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് സർട്ടിഫിക്കറ്റുകളും മന്ത്രി നൽകി. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ തീവ്ര ഭിന്നശേഷി വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിലുള്ള അന്തിക്കാട് ബ്ലോക്കിലെ 237 പേർക്കാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകിയത്. അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത ജയകുമാർ, ശുഭ സുരേഷ്, KS മോഹൻദാസ്, സൈമൺ തെക്കത്ത്, ജീന നന്ദൻ, TR ശോഭി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ VN സുർജിത്ത്, ജിമ്മി ചൂണ്ടൽ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പ്രതിനിധി KP സജീവ്, പരിവാർ ജില്ലാ പ്രസിഡന്റ് A സന്തോഷ്, ശാസ്ത്രീയ സ്പെഷ്യൽ സ്കൂളിലെ ലോക്കൽ ലെവൽ കമ്മിറ്റി കൺവീനർ ശാന്ത മേനോൻ, പരിവാർ ട്രഷറർ ഭരതൻ കല്ലാറ്റ്, CDPO രഞ്ജിനി S പിള്ള, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.